ഹലോ ഹായ്, ഇന്ന് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മാത്സ് പ്രോബ്ലം ആയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് മാത്സ് പ്രോബ്ലം കൊടുക്കുക, അവർക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആയിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്താ പേര്? ഹരിപ്രിയ. ഹരിപ്രിയ. ഓക്കെ, ഇതൊരു ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ ഒരു ബോക്സ് വെച്ചു. ഈ ബോക്സിൻ്റെ ഹൈറ്റ് 7.2 മീറ്ററാണ്. ഇതിൻ്റെ മുകളിൽ വേറൊരു ബോക്സ് വെച്ചു. ഈ ലെങ്ത്ത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത് 4.32 മീറ്ററാണ്. ഞാൻ ഇവിടെ പോയി നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഫൂട്ടിലേക്ക് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ട്രൈ ചെയ്യാം. ഹൈറ്റ് ഓക്കെ, എത്ര ആൻസർ? 11.48. നമുക്ക് ചെയ്ത് നോക്കാം. 4.32 പിന്നെ 7.2. ഈ പോയിന്റിന് നേരെ പോയിന്റ് ഇട്ടാൽ മതി. ആഡ് ചെയ്യാൻ ഡെസിമൽ ആഡ് ചെയ്യുമ്പോൾ പോയിന്റിന് നേരെ പോയിന്റ് ഇടാം. എന്നിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. 7.2 അല്ലേ? ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് 0 ഇട്ട് കൊടുത്താൽ മതി. ഇനി 2 + 0 2, 3 + 2 5. പോയിന്റ് അതുപോലെ എഴുതാം. 7 + 4 എത്രയാ? 11. 11.52 ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. വെരി ഗുഡ്. എന്താ പേര്? ഹരിപ്രിയ. ഹരിപ്രിയ. ഓക്കെ, ഹരിപ്രിയക്ക് ഒരു ചെറിയൊരു മിഠായി. ചെറിയ മാത്സ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമല്ലോ, ഫ്രാക്ഷൻ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഫ്രാക്ഷൻ എന്നുള്ളൊരു ചോദ്യം തരാം. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇതാണ് ചോദ്യം. 5/2 - 3/4. ഓക്കെ, എന്താ പേര്? സഹറ. ഓക്കെ, സഹറ അറ്റംപ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, എത്ര ആൻസർ? 7/4. 7/4 അല്ലേ? അപ്പോൾ ഇത് നമുക്കും ചെയ്ത് നോക്കാം. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? സിമ്പിളായിട്ട്. അപ്പോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക? ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 എന്നുള്ളതിനെ നമുക്ക് ജസ്റ്റ് ഇൻറ്റു 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? 4 ആയില്ലേ? ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയല്ലോ. അപ്പൊ നമുക്ക് 5/4 - 3/4 എന്ന് കിട്ടി. നമ്മൾ എന്താ ആക്ച്വലി ചെയ്തിട്ടുള്ളത്? 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷെ നമ്മൾ ചോദ്യം മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. ചോദ്യം മാറ്റാണ്ടിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫ്രാക്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്ത് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷന്റെ വാല്യൂ മാറാണ്ടിരിക്കാൻ എന്ത് ചെയ്താൽ മതി? മോൾ ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മോൾ ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ എഫക്റ്റ് അങ്ങ് പോയി. പക്ഷെ നമുക്ക് ഒരു ഉപകാരം കിട്ടി. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഡിനോമിനേറ്റർ സെയിം ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ ഇതിന് ആൻസർ നോക്കാം. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് അതുപോലെ അവിടെ എഴുതിയിരിക്കാം. എത്ര ഡിനോമിനേറ്റർ? ഇവിടെ ഈ താഴ്ഭാഗത്ത് കാണുന്ന നമ്പർ ഏതാ? 4. വെരി ഗുഡ്. അപ്പോൾ ഇവിടെ 4 എന്ന് ഇട്ടു. കാരണം ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. 4 ഇട്ടു. ഇനി നമുക്ക് ഇവിടെ ന്യൂമറേറ്റർ എത്രയാണ്? ഓക്കെ, 10. ഇനി ഇവിടെ മൈനസ് ആണ്, നമ്മൾ അതുപോലെ ഇട്ടു. ഇവിടെ ന്യൂമറേറ്ററോ? 3. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 10 - 3 7/4 ആണ് കേട്ടോ. അപ്പോൾ സഹറ ചെയ്തത് കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് ചെറിയൊരു മിഠായി സമ്മാനമായിട്ട് തരാം. ഓക്കെ, മോന്റെ പേരെന്താ? ഷാഹിദ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോന്റെ പേരെന്താ? ഷമ്മാസ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 2 പേർക്ക് ഗ്രൂപ്പായിട്ട് ചെയ്യാം, സിംഗിൾ ആയിട്ട് ചെയ്യാം. ഒരു പ്രോബ്ലം ചെയ്താലോ? അത് നമുക്ക് അഡീഷൻ വേണോ, സബ്ട്രാക്ഷൻ വേണോ, മൾട്ടിപ്ലിക്കേഷൻ വേണോ? ഏതും സെലക്ട് ചെയ്യാം. കൂട്ടണോ, കുറയ്ക്കണോ, ഗുണിക്കണോ? ഗുണിക്കാം. വെരി ഗുഡ്. വാ, കമോൺ.
75 ഇൻറ്റു 36. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ചെയ്തിട്ടുണ്ട്. നമുക്കത് ശരിയാണോ നോക്കിയാലോ? 75 ഇൻറ്റു 36 അല്ലേ? 6 30 0 3 ശിഷ്ടം 42. 42ലേക്ക് 3 കൂട്ടിയാൽ 45 അല്ലേ? കറക്റ്റ് ആണ്. ഈ ഭാഗം കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഇനി 3 5 15 5 1 ശിഷ്ടം 3 21. 21ലേക്ക് 1 കൂട്ടിയാൽ 22 അല്ലേ? കുഴപ്പമില്ല കേട്ടോ. 22. അപ്പൊ ആഡ് ചെയ്യുമ്പോ എന്താ? 0 5 5 10 1 ശിഷ്ടം 4 2 6 7. ഇവിടെ 2 2700 ആണ്. 2600 ആണ് കിട്ടിയത്. എന്തായാലും നന്നായിട്ട് പങ്കെടുത്തു കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ പേര്? ഹനാസ്. 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 ഇവിടെ ആസിഫ്. ആസിഫ്. എത്രാം ക്ലാസ്സിലാണ്? 6. 6. ഇവിടെ 9. 9. 6ാം ക്ലാസ്സിലുള്ള ഒരു ചോദ്യം, 6ാം ക്ലാസ് ലെവലിൽ ഒരു ചോദ്യം, 9ാം ക്ലാസ് ലെവലിൽ ചോദ്യം ചെയ്യാം. ഓക്കെ, ഇത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലക്ഷ്മി കിട്ടുകയാണെങ്കിൽ ഒരു മിഠായി ഉണ്ട്, കിട്ടില്ലെങ്കിലും മിഠായി ഉണ്ട്. ഓക്കെ, 7.34 പ്ലസ് 5.2. ഇത് രണ്ടും ആഡ് ചെയ്യണം. ട്രൈ ചെയ്യോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് ഏത് സ്കൂളിലാണ്? കൊളപ്പറമ്പ് MS. അപ്പൊ കൊളപ്പറമ്പ് MSന്റെ അഭിമാന താരമായിട്ടുള്ള പേര് ഹനാസ്. ഹനാസ്. ഹനാസിന് ഒരു മിഠായി എടുക്കുക. ഓക്കെ, എടുത്തോളൂ. ഓക്കെ, നന്നായിട്ട്. മാത്സ് ഈസി ആണോ? ഇനി എക്സാമിനൊക്കെ പഠിച്ചു കഴിഞ്ഞോ? എക്സാമിന് ഞാൻ ജില്ലയ്ക്ക് പോയിട്ടുണ്ട്. ഏതിനാ? എന്താണ്? ന്യൂ മാത്സിന്റെ ജില്ലയ്ക്ക് പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാലോ? നമുക്ക് 9ാം ക്ലാസ്സുകാരനോ ചോദിക്കാം അല്ലെ? ന്യൂ മാത്സിന് സെലക്ഷൻ കിട്ടി അല്ലേ? ഫസ്റ്റ് റൗണ്ട് കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടാമത്തെ റിസൾട്ട് വന്നിട്ടില്ല. കുഴപ്പമില്ല, അത് കിട്ടിക്കോളും. അല്ലെങ്കിൽ ഇനിയും ട്രൈ ചെയ്യാം കേട്ടോ. വെരി ഗുഡ്. അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. ആരാണ് ഇപ്പൊ മാത്സ് എന്തുകൊണ്ടാണ് മാത്സ് ഇത്ര ഇഷ്ടം? സ്കൂളിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? ആരാണ് ഇഷ്ടപ്പെട്ട മാത്സ് ടീച്ചർ? അനസാർ. ഓക്കെ, അപ്പോൾ അനസാറിനൊരു എന്താ പറയാ, ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു 9ാം ക്ലാസ് ലെവലിൽ ഒരു ചോദ്യം ചോദിച്ചാലോ? ഒരു ആൾജിബ്ര, ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് സിമ്പിൾ. ഓക്കെ, നോക്കാം. നമുക്ക് ട്രൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാടോ. ഇതാണ് ചോദ്യം. ഒന്ന് അറ്റംപ്റ്റ് ചെയ്യൂ. എന്തായിരുന്നു പേരെന്തായിരുന്നു? ആസിം. ആസിം. ആസിം ഏത് സ്കൂളിലാണ്? ഗണപത് ചാലപ്പുറ. ഗണപത് ചാലപ്പുറ. ഗണപത് ചാലപ്പുറ. ഒന്ന് ട്രൈ ചെയ്തൂടെ? ഇല്ല, ഓർമ്മയില്ല. നമുക്കൊന്ന് ചെയ്താലോ? 2x + 3 = 5x. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? ഏറ്റവും സിമ്പിളായിട്ട് ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതിയെടുക്കാം. 2x + 3 = 3/3 is 1. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഈ അൾജിബ്രിക് ഇക്വേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി അൾജിബ്ര കഴിഞ്ഞ് +1 സയൻസ് എടുക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മൾ ഏത് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിലും അവിടെ മാത്സിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാവും അവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനിയും മാത്സ് ഒരുപാട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഏത് ചോദ്യം? ആൾജിബ്ര വേണ്ട, നോക്കില്ല. ഓക്കെ, എന്നാലും എന്താ, നമുക്കൊരു അഡീഷൻ, ഫ്രാക്ഷൻ കഴിഞ്ഞു. ഫ്രാക്ഷനുകൾ സൂപ്പറാണ്. ഒരു സാധാ ഡിവിഷൻ അല്ലേ? 300
12 ഡിവൈഡഡ് ബൈ 2.4. ഇത്രയേ ഉള്ളൂ. ഏറ്റവും എളുപ്പത്തിൽ ഇത് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഡിനോമിനേറ്റർ ഡെസിമൽ വന്നു കഴിഞ്ഞാൽ അത് മെല്ലെ ഒഴിവാക്കാൻ നല്ലേ. അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പോൾ 2.4 10 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 24 കിട്ടുമല്ലോ. ഇപ്പോൾ ഫ്രാക്ഷൻ മാറാണ്ടിരിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മളൊരു 10 കൊണ്ട് ഗുണിച്ചില്ലേ? ഇപ്പോൾ ഫ്രാക്ഷൻ്റെ വാല്യൂ മാറാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യുക? ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 312 × 10 3120 കിട്ടുമല്ലോ. ഡിവൈഡ് ബൈ 2.4 എത്രയാ? 24 കിട്ടും. അപ്പൊ 3120 ഇനി എന്ത് ചെയ്താൽ മതി? 24 കൊണ്ട് ഹരിച്ചാൽ മതി. ഇത് നമുക്ക് കഴിയല്ലോ, അത് ചെയ്താൽ മതി. അപ്പൊ 33 പോവില്ല അല്ലെ? വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. 31 എത്ര? 24 പോകും. 1 ഒരു 24 അല്ലെ? ബാക്കി എത്രയാ വരിക? 7. ഇനി 2 ഇറക്കിടാം. 72 എത്ര? 24 പോകും. 3 പോവോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. 24 × 3 3 4 12 2 1 ഇഷ്ടം 2 3 6 കറക്റ്റ് 72 അല്ലേ? 3 24 72 0 അല്ലേ? ഇനി എന്ത് ചെയ്യാ? വീണ്ടും 0. ഇവിടെ ഒരു 0 ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് ഇറക്കിയിട്ട് കൊടുക്കുക. 0 ഇനി നോക്കണം. ഇറക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യണം. 0 24 പോവോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇല്ല എന്ന് പറയാൻ 0 ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി ആ 0 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെയാണ്. അപ്പോൾ ഫൈനൽ ആൻസർ എത്രയാണ്? 0 1 3 0 130. അപ്പൊ ഇതിന്റെ ആൻസർ 312 ഡിവൈഡഡ് ബൈ 2.4 ആൻസർ എത്രയാണ്? 30 അല്ല 130. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കൂടുതൽ മാത്ത് വീഡിയോ ആയിട്ട് ഇനിയും കാണാം.